ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീ ജില്ലാ മിഷനിലും അംഗൻവാടിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കുടുംബശ്രീ ജില്ലാ മിഷനിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമായി കുടുംബശ്രീ ജില്ലാ മിഷനിലും CDSകളിലുമായി ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി ഹോണറേറിയം അടിസ്ഥാനത്തിൽ ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ, ഹരിതകർമ്മസേന CDS കോർഡിനേറ്റർ തസ്തികകളിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. 1 വർഷത്തേക്കാണ് നിയമനം. കുടുംബശ്രീ അയൽക്കൂട്ട് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയവുമാണ് ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്ററുടെ യോഗ്യത വരുന്നത്. ശമ്പളം 25,000 രൂപയാണ് ലഭിക്കുക. ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള സ്ത്രീകൾക്ക് CDS കോർഡിനേറ്റർ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 10,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ www.kudumbashree.org എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 13/9/2024 വൈകുന്നേരം 5 മണി വരെയാണ്. വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിങ്ങൾ അപേക്ഷിക്കുന്ന ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും, അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയുടെ വിലാസം നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നിയമിക്കുന്നുണ്ട്. അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗും ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് യോഗ്യതയുള്ള 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. MSW യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 13 രാവിലെ 9 മണി മുതൽ 11 മണി വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ ജവഹർ നവോദയ വിദ്യാലയത്തിൽ DGT മാത്സ് മേട്രൺ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. DGT മാത്സ് തസ്തികയിലേക്ക് BSc മാത്സും BEഡുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മേട്രൺ തസ്തികയിലേക്ക് 10ാം ക്ലാസ് പാസ്സാവണം. പ്രായപരിധി വരുന്നത് 35-നും 55-നും ഇടയിലാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുമായി സെപ്റ്റംബർ 11 വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് നെടുങ്കം പ്രോജക്റ്റ് പരിധിയിലെ നെടുങ്കണ്ടം, കരുണാപുരം പഞ്ചായത്തുകളിലെ അങ്കണവാടി വർക്കർ ഒഴിവിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ അതാത് പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വനിതകളായിരിക്കണം. പ്രായപരിധി 2024 ജനുവരി 1 18-നും 46-നും ഇടയിലാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ്. വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സായിരിക്കണം. സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ, 1 വർഷത്തിനുമേൽ പ്രവൃത്തി പരിചയമുള്ളവർ, 40 വയസ്സിനുമേൽ പ്രായമുള്ളവർ, വിധവകൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സെപ്റ്റംബർ 9 മുതൽ 25 വരെ നെടുങ്കണ്ടം ICDS പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. അപേക്ഷാ ഫോമുകൾ അതാത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നെടുങ്കണ്ടം ICDS ഓഫീസിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.